ദൈവത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമേ നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഒത്തിരി കഴിവും ബലവും പ്രാപ്തിയൊക്കെ നമുക്കുണ്ടെങ്കിലും ഒരുപാട് അസാധ്യതകൾ, ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ സകലതും സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സഹായം നമ്മുടെ കൂടെ വന്ന് നിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത്, നാം ദൈവത്തെ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുമതി കൊടുക്കുകയാണ്, വഴി തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്കുള്ളൊരു മാർഗമാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുകയില്ല, ദൈവത്തെ അവരുടെ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന് പറയുന്നത്. വിശ്വാസമുള്ളവൻ സകലത്തെയും ദൈവത്താൽ കീഴടക്കും. വിശ്വാസമുള്ളവൻ സകലത്തിൻ്റെ മേലും ജയമുള്ളവനായി മാറും, ദൈവം അവനോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവിശ്വാസം, നമ്മളെല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. അവിശ്വാസം ദൈവപ്രവൃത്തി നമ്മിൽ നടപ്പാകാൻ ദൈവത്തെ പിന്തിരിപ്പിക്കുന്നതാണ്. ദൈവം നമ്മളെ സഹായിക്കാതെ മാറിപ്പോകുന്നവനല്ല, പക്ഷേ നമ്മുടെ അവിശ്വാസം വരുമ്പോൾ ദൈവത്തെ നാം പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. നമ്മുടെ അവിശ്വാസങ്ങളെല്ലാം ഒന്ന് മാറട്ടെ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ എവിടെ നോക്കിയാലും, ചുറ്റുപാട് നോക്കിയാലും, സാഹചര്യങ്ങളിലേക്ക് നോക്കിയാലും, പ്രശ്നങ്ങളിലേക്ക് നോക്കിയാലും വിശ്വസിക്കാൻ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുകയില്ല. പക്ഷെ വിശ്വസിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ വചനത്തിൻ്റെ കേൾവിയാണ്. വചനം കേൾക്കുന്നിടത്ത് മാത്രമേ നമുക്ക് വിശ്വാസം വരികയുള്ളൂ, ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാസം വരുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ നേരിട്ട് ഇടപെടുന്നു. ആമേൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ച് ഒരു പിതാവ് തൻ്റെ മകന് ഭൂത ഉപദ്രവം ഉണ്ടായി, എപ്പിലെപ്റ്റിക്കായിട്ട് പക്ഷവാതം പിടിച്ചിട്ട് അവന് വെള്ളത്തിലും തീയിലൊക്കെ വീഴുകയും അങ്ങനെ ഫിറ്റ്സിൻ്റെ അസുഖവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നം, അപസ്മാരവും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഒരു പരിഹാരവും എവിടെ പോയിട്ടും കിട്ടിയൊന്നുമില്ല. ആത്മീയ പ്രസ്ഥാനങ്ങളിൽ പോയിട്ടുമില്ല, ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുമില്ല. ഉടനെ ശിഷ്യന്മാരുടെ അടുക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവരെ കൊണ്ടുവെല്ലാം പറ്റുമെങ്കിൽ നടക്കട്ടെ. പക്ഷേ നടന്നില്ല. ഇപ്പം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഇവന് സൗഖ്യം കൊടുക്കണം. യേശു പറഞ്ഞ വാക്ക് 23 വാക്യം, മർക്കോസ് 9:23. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു. എല്ലാത്തിൻ്റെയും കൂടെ ഒക്കുകയാണെങ്കിൽ ഒക്കട്ടെ എന്നല്ല, യേശു ക്രിസ്തുവിന് അത് ചെയ്യാൻ അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് അവൻ കൽപ്പിച്ചാൽ നടക്കും എന്ന് വിശ്വാസമുണ്ടോ? അവൻ അധികാരം ഉണ്ടല്ലോ, അവൻ ചെയ്യും. ഇപ്പം ഒരു ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് ദീനം വന്നപ്പോൾ സൗഖ്യമാക്കാനായിട്ട് യേശു അങ്ങോട്ട് ചെന്ന വഴിക്ക് യേശുവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ വീട്ടിലേക്ക് വരണ്ട, എൻ്റെ പുരയ്ക്കകത്തേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല, അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് അവിടെ നിന്നൊരു വാക്ക് കേൾപ്പിച്ചാൽ മതി. അപ്പോൾ യേശു പറഞ്ഞ മറുപടി, ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇസ്രായേൽക്കാരനല്ലായിരുന്നു അദ്ദേഹം, പക്ഷേ ഇസ്രായേൽക്കാർ കൂടി, ദൈവത്തെ അറിയാവുന്നവരെ കൂടി ഇത്ര വലിയൊരു വിശ്വാസം കണ്ടില്ല. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്വാസം, യേശു ക്രിസ്തു സർവ്വത്തിൻ്റെ അധികാരിയാണെന്നും അവൻ ഇത് ചെയ്യാൻ അധികാരമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ പറയണം. അവിടെയാണ് വിശ്വാസം, അതാണ് വിശ്വാസം. ഹല്ലേലൂയ. ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ എന്നല്ല, എൻ്റെ യേശുവിന് അതിനുള്ള അധികാരമുണ്ടല്ലോ, കർത്താവ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ കർത്താവ് നിശ്ചയമായിട്ട് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവിടെ ഈ എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കിയില്ല എന്നൊരു സംഭവമുണ്ട്. അവിടെ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. നമ്മളും ചിന്തിക്കുമ്പോൾ ഒത്തിരി വിഷയത്തിന് മറുപടിയുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി വിഷയത്തിന് മറുപടിയില്ല. എന്താ ദൈവം ഇടപെടാത്തത്? എന്താ അതിനകത്തൊരു മറുപടി വരാത്തതിന് കാരണം? സംശയങ്ങൾ ഉണ്ടാകണ്ട. അവിടെ ജനത്തിൻ്റെ അവിശ്വാസം നിമിത്തമാണെന്ന് എഴുതിയിട്ടുണ്ട്. ജനത്തിൻ്റെ അവിശ്വാസം നിമിത്തം കർത്താവ് കൈവച്ച് സുഖമാക്കിയവരങ്ങ് സുഖമായി. ജനമൊന്ന് വിശ്വസിച്ച് കയറി വരട്ടെ എന്ന് ചിന്തിച്ചവരാരും സൗഖ്യമായില്ല, കാരണം അവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളെ തേടി വരും. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ കിടക്കയിലാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരം നീട്ടിയ ഭുജം എന്നാണ് പറയുന്നത്. ആ കൈ നീട്ടി അവൻ സൗഖ്യമാക്കും.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന് സകലവും സൃഷ്ടിക്കാനും നിർമ്മിക്കാനും ഉണ്ടാക്കാനും നടത്താനും ഒക്കെ അധികാരമുള്ളത് കൊണ്ട് അവനൊരു വാക്ക് കൽപ്പിച്ചാൽ സകലത നടക്കും. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ഒരു വാക്കുകൾ കേട്ടോണം. 32-ാം അധ്യായം 17-ാം വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. അപ്പോൾ ആകാശവും ഭൂമിയും ദൈവത്തിനുണ്ടാക്കാൻ അറിയാമെങ്കിൽ എൻ്റെ വിഷയത്തിന് പരിഹാരം തരാൻ അവൻ എന്ത് ഈസി ആയിരിക്കും. ഹല്ലേലൂയ. എത്ര ചിന്തിച്ചാലും അനന്ത വിശാലമായി കിടക്കുന്ന ആകാശത്തെക്കുറിച്ച് ഒരു കണക്ക് പോലും നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അതിനെ ഉണ്ടാക്കിയ ദൈവം, ആ ദൈവം എത്ര വലിയവനാ. ആ ദൈവത്തിന് എൻ്റെ വിഷയം എന്തുണ്ട്? ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വലിയനായ ദൈവത്തിൻ്റെ അധികാരത്തെ ശക്തിയെ നാം തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ വിഷയത്തിൽ അവൻ ഇടപെടും. അവൻ അധികാരമുള്ള ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. അവൻ്റെ കരം നീട്ടിയ ഭുജമാണ്. നീട്ടിയ ഭുജം എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ, നീട്ടിയ ഭുജം എന്ന് പറയാൻ കാരണം, ഏത് മനുഷ്യൻ എവിടെ പ്രതിസന്ധി കിടക്കുന്നോ ദൈവത്തിൻ്റെ കരം അവിടെ എത്തും, അവിടെ വരെ എത്തും. ആമേൻ. അതുകൊണ്ടാണ് അവൻ്റെ കരം നീട്ടിയ ഭുജം. വരണ്ട കൈയല്ല, ചുരുങ്ങിയ കൈയല്ല, അവൻ്റെ കൈ കുറിയിട്ടില്ല. യെശയ്യാപ്രവചനം 59-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടില്ല. കർത്താവിൻ്റെ കൈ ചെറുതായിട്ടില്ല, കുറുകിപ്പോയിട്ടില്ല. രക്ഷിക്കുവാനായി അവൻ്റെ കരം നീട്ടിയ ഭുജമാണ്. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ ദൈവത്തിൻ്റെ കരം നീട്ടിയ ഭുജമാണ്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം വാക്യത്തിൽ മറിയോട് യേശു, ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറയും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. നാം വിശ്വസിക്കുന്നെങ്കിൽ എന്ത് വിശ്വസിക്കണം? എൻ്റെ യേശുവിന് അത്ഭുതം ചെയ്യാൻ അധികാരമുണ്ട്. ആമേൻ. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും, അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആകാശത്തെയും ഭൂമിയെയും സർവ്വ സൃഷ്ടി ജരാചരങ്ങളെ ഉണ്ടാക്കിയവന് മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ളവനാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ എൻ്റെ ചെറിയ വിഷയത്തിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ സകലത്തിൻ്റെ മേലും ഇടപെടുവാനും വിടുതൽ തരാനും എൻ്റെ യേശുവിന് അധികാരമുണ്ട്. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം കേട്ട് കർത്താവ് നിന്നിൽ വിശ്വസിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. അവരുടെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഞങ്ങളുടെ അവിശ്വാസങ്ങൾ മാറും. കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സകലത്തെയും നിർമ്മിക്കാൻ, സൃഷ്ടിക്കാൻ അധികാരമുള്ളത് കൊണ്ട് കർത്താവെ, നിന്റെ കരം നീട്ടിയ ഭുജമാണ് ഈ മക്കളുടെ വിഷയത്തിൽ തുടരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം ഇവരുടെ മേലും ഇവരുടെ കുടുംബത്തിന് മേലും സംഭവിക്കട്ടെ. അവരുടെ പ്രശ്നങ്ങളെ ഇന്ന് കർത്താവ് തൊടും. ആ നീട്ടിയ ഭുജം കൊണ്ട് കർത്താവ് തൊടും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് മനസ്സലിഞ്ഞ് കൈനീട്ടി തൊട്ടു എഴുതിയിരിക്കുന്ന പോലെ കർത്താവെ, അവിടുന്ന് മനസ്സലിഞ്ഞ് മക്കളെ തൊടുമാറാകണമേ. അത്ഭുതം സംഭവിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സർവ്വത്തെയും ചമച്ചവൻ, നിങ്ങളുടെ ചെറിയ വിഷയത്തിൽ ഇടപെടാൻ അധികാരമുള്ളവൻ. വിശ്വസിക്കുക. ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.